ഹലോ, നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പ് പോലെ പോയത് കരേൻ ഹബ്ബിലേട്ടാണ് കേട്ടോ. അപ്പോൾ കരേൻ ഹബ്ബിലേട്ടുള്ള റോഡാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ കെനിയയിൽ റോഡൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇതാണ് ഇവിടുത്തെ റോഡൊക്കെ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. വഴിയിലൊക്കെ ഇത് ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികൾക്കും ചട്ടികൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. ഞങ്ങളൊന്ന് നിർത്തി വിലയൊക്കെ ചോദിച്ചായിരുന്നു. ഭയങ്കര വിലയാണ്. 2000, 2500, 4000 അങ്ങനെ അതാണ് റേറ്റുകൾ കേട്ടോ. പിന്നെ ഇതേ അങ്ങനെ നമ്മൾ കരേൻ ഹബ്ബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഗേറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങ് കടന്ന് അങ്ങോട്ട് പോകാം. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും. പിന്നെ പൊഞ്ചി ഇത് ആദ്യമായിട്ട് പോകണേ കേട്ടോ. പൊഞ്ചി ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ കെനിയയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോള് കരേൻ ഹബ്ബാണ്. ഒത്തിരി ഇന്ത്യക്കാരെയും ഒത്തിരി ഫോറിനേഴ്സിനെയും പിന്നെ ഒത്തിരി കെനിയക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മോളാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടുന്ന് ബർഗർ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണ്ടോ? ഇവിടെ KFC ഉണ്ട്. നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് വരുമോ? അതിനായിട്ടാണെങ്കിൽ പാർക്ക് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ഇറങ്ങി നിന്നു, കാരണം ഇവിടെ നമുക്ക് ഇറങ്ങാൻ സ്പേസ് ഇല്ല. ഇതാണ് നമ്മൾ വന്നത്. ഇത് കരേൻ ഹബ്ബ് എന്നാട്ടോ പേര്. ഇത് അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇന്നും ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം വന്നിട്ട് 2 വർഷവും 2 മാസമായി. ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വരുവാണ്. ഒരു മാറ്റവും ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള പോലെ തന്നെയുണ്ട്. അന്ന് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പൊഞ്ചിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് പൊഞ്ചിക്ക് ബർത്ത്ഡേക്ക് മാളിച്ചിട്ട് മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. ചുരിദാറാണ്, ഒരു കുട്ടി ചുരിദാർ. ഇവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ KFC ഉണ്ട്, ഡോമിനോസ് ഉണ്ട്. അപ്പം നമ്മളിതിനകത്തോട്ട് പോകട്ടെ. രാത്രി വന്നാൽ ഭയങ്കര ഭംഗിയായിട്ട്, കാരണം ഈ ലൈറ്റ്സൊക്കെ കത്തും. നമുക്ക് രാത്രി വരാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ വന്നു കേട്ടോ. നല്ല രസം. ഇവിടെ കണ്ടോ, ഇപ്പോഴേ ഇത്ര തിരക്കാണേ. കണ്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇതൊക്കെ രാത്രി ലൈറ്റ് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നോക്കി കണ്ടോ, ഇതൊക്കെ രാത്രി ലൈറ്റ് ഇടുമ്പോൾ സൂപ്പറായിരിക്കും. KFC ഏറ്റവും നന്നായിട്ട് ക്രിസ്മസിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ന്യൂ ഇയറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കുഞ്ഞു കട കൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇവിടെ ഒരുവിധപ്പെട്ട കമ്മലൊക്കെ ഉണ്ട്, മാലകൾ. എനിക്കാണെങ്കിൽ ഒരു എബിളയുടെ മാല മേടിക്കുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ കളേഴ്സാണ്. അത് ചെരുപ്പിൻ്റെ കടയാണ്. സിറ്റി വോക്ക്, ഫ്ലോ ക്രിസ്മസിൻ്റെ എന്തൊക്കെയൊക്കെയോ ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ലൈറ്റ്. ഇവിടെ ചെരുപ്പുകളുണ്ടോ? കണ്ടോ. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇന്ത്യൻസിനെ കാണാൻ പറ്റും കേട്ടോ, വേറെ എവിടത്തേക്കാളും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും നമ്മളിട്ട ഒരു ഭംഗി ഉണ്ടാവില്ല. എന്താ കഫ്താൻ പോലത്തെ, പാകിസ്ഥാനി ഡ്രസ്സ് പോലത്തെയൊക്കെ ഡ്രസ്സ്. ഇതാണെങ്കിൽ എനിക്ക് വയറ് കൂടുതൽ, അതുകൊണ്ട് ഇതിട്ടാൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ ഇതിന് നടുമുറ്റം ഉണ്ട്. അപ്പം അതിങ്ങനെ ഓരോ ഡാൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ ഫോറിനേഴ്സൊക്കെ കുറേ ഉണ്ട് കാണാൻ. ഇവിടെയൊക്കെ കണ്ടോ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി എപ്പിസോഡായിട്ട് ഇടാം കേട്ടോ. എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഒരു 30 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പം 30 മിനിറ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കാണില്ലല്ലോ. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഡാൻസോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് കഴിയുകയാണ് കേട്ടോ. നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് ഒത്തിരി നേരമൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം എൻ്റെ ഫോണിലപ്പോൾ സ്പേസും തീർന്നു പോകും. പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു.